ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി എന്ന് പറയുമ്പോൾ ആ ഒരു രാജ്യം നിലനിന്ന് പോകുന്നതിൽ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റവും കൂടുതലുള്ളത് ആ ഒരു ധനമന്ത്രിക്ക് അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിന് തന്നെയാണ്. നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കാത്തു സൂക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ അത് തുല്യ രീതിയിൽ തന്നെ ഒരു തട്ടലും മുട്ടലുമില്ലാതെ കൊണ്ടുപോകേണ്ടത് ഒരു രാജ്യത്തിൻ്റെ ഭരണത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. ബജറ്റ് അടക്കം എന്ന് പറയുന്നത് വലിയൊരു നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണത്. ഏതായാലും ഇപ്പോൾ ധനമന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കിത് എന്തൊരു തമാശയാണ് എന്ന് തോന്നാം. എന്നാൽ ഇപ്പോൾ ധനമന്ത്രി തന്നെയാണ് അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള BJPയുടെ നിർദ്ദേശം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നിരസിച്ചു. ഇതിന് പിന്നിലെ കാരണമാണ് വിശദീകരിച്ചുകൊണ്ട് ധനമന്ത്രി തന്നെ എത്തിയത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഫണ്ട് തന്റെ പക്കലില്ലെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം നിരീക്ഷിക്കുന്ന സീതാരാമന്റെ സമ്പത്ത് എത്രയാണെന്ന് അറിയേണ്ടത് പ്രധാനമാണ്. പണത്തിന്റെ അഭാവം ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ തീരുമാനം ഒരു തരത്തിൽ പാർട്ടിക്കാരെയും അണികളെയും എല്ലാവരെയും അമ്പരിപ്പിച്ചു. ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJP അധ്യക്ഷൻ JP നദ്ദ തനിക്ക് അവസരം നൽകിയെന്നും എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ചിലവഴിക്കാൻ മതിയായ പണമില്ലാത്തതിനാൽ നിരസിച്ചെന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. താൻ ഒരാഴ്ചയോളം ചിന്തിച്ചാണ് മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനമെടുത്തതെന്നും മത്സരിക്കാനുള്ള പണമില്ല എന്നതും ഒപ്പം ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ മത്സരിക്കുന്നതിൽ തനിക്ക് ആശയക്കുഴപ്പങ്ങൾ ഉള്ളതായും ധനമന്ത്രി പറഞ്ഞു. ഒരു സമയത്ത് കേരളത്തിൽ തിരുവനന്തപുരത്തും സ്ഥാനാർത്ഥിയാകും എന്നുള്ള ചില സൂചനകളും ഉണ്ടായിരുന്നു. പിന്നീടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത്. ഏതായാലും ഡൽഹിയിൽ നടന്ന ടൈംസ് നൗ ഉച്ചകോടി 2024 ധനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പാർട്ടി വാഗ്ദാനം ചെയ്ത സ്ഥലങ്ങളിലെ സീറ്റുകളിൽ മതവും സമുദായവും എല്ലാം വിജയത്തിന്റെ മാനദണ്ഡങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ മത്സരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തന്റെ തീരുമാനം പാർട്ടി അംഗീകരിച്ചുവെന്നും താൻ മത്സരിക്കാനില്ലെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ രാജ്യത്തിന്റെ ധനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പണമില്ലേ എന്ന ചോദ്യത്തിന് രാജ്യത്തിന്റെ പണം തന്റേതല്ലെന്നും തന്റെ ശമ്പളവും വരുമാനവും സമ്പാദ്യവും മാത്രമാണ് തനിക്ക് സ്വന്തമായുള്ളതെന്നും ധനമന്ത്രി പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണങ്ങൾക്ക് ഇറങ്ങുമെന്നും നിർമ്മലാ സീതാരാമൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ധനമന്ത്രിയുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. 2019 തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലം അനുസരിച്ച് നിർമ്മലാ സീതാരാമന്റെ ആസ്തി 2 കോടി രൂപയിൽ കൂടുതലാണ്. അതേസമയം 30 ലക്ഷം രൂപയിലധികം ബാധ്യതകളാണുള്ളത്. PMO വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2022 ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പക്കൽ 7,350 രൂപ മാത്രമേ ഉള്ളൂ. വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ അവർ നിക്ഷേപിച്ച തുക 35,52,666 രൂപയാണ്. ധനമന്ത്രി PPF-ൽ 1,59,763 രൂപ നിക്ഷേപിച്ചപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ച തുക 5,80,424 രൂപയാണ്. ഒരു ഇൻഷുറൻസ് പോളിസിയും ഇല്ല. LICയോ മറ്റ് ഇൻഷുറൻസുകളോ എടുത്തിട്ടില്ല. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച സ്വത്ത് വിവരങ്ങളിലെ പ്രത്യേകത അവർക്ക് ഒരു കാർ പോലുമില്ല. ബജാജ് ചേതക് സ്കൂട്ടർ ഉണ്ട്. വില 28,200 രൂപ മാത്രമാണ് സ്കൂട്ടിയുടെ വില. ആഭരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2022 അദ്ദേഹത്തിന് 18,46,987 രൂപ വിലമതിക്കുന്ന ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ 315 ഗ്രാം സ്വർണവും ഉൾപ്പെടുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് പക്കലുള്ള സ്വർണത്തിന് 20 ലക്ഷം രൂപയിലധികം വില വരും. നിർമ്മലാ സീതാരാമന്റെ സ്ഥാവര സ്വത്തുക്കളെ കുറിച്ചും സംസാരിക്കുമ്പോൾ ഷെയർ വിവരങ്ങൾ അനുസരിച്ച് അവർക്ക് തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഒരു ആഡംബര വീടുണ്ട്. അതിന്റെ വില 1,70,51,400 രൂപയാണെന്നും പറയപ്പെടുന്നു. ഇതിനു പുറമെ ഹയാത്ത് നഗറിലെ കാർഷികേതര ഭൂമിയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ മൂല്യം 17,08,800 രൂപയാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1959 ഓഗസ്റ്റ് 18 മധുരയിൽ ജനിച്ച നിർമ്മലാ സീതാരാമൻ ഇന്ത്യയുടെ ആദ്യത്തെ മുഴുവൻ സമയ ധനമന്ത്രിയാണ്. 2 കോടിയിലധികം രൂപയുടെ ആസ്തിക്ക് പുറമെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയും ഇയാൾക്കുണ്ട്. 19 വർഷത്തെ ഭവന വായ്പയും 1 വർഷത്തെ ഓവർ ഡ്രാഫ്റ്റും 10 വർഷത്തെ മോർട്ട്ഗേജ് ലോണുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 95 ലക്ഷം രൂപ വരെ ചെലവാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണം എവിടെ നിന്നാണ് വന്നതെന്ന് സ്ഥാനാർത്ഥി പറയണം. പല സ്ഥാനാർത്ഥികളുടെയും സാമ്പത്തിക സ്ഥിതി മോശമാകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തുന്നു. എന്നിരുന്നാലും ഓരോ സ്ഥാനാർത്ഥിയും തന്റെ തെരഞ്ഞെടുപ്പ് ചെലവുകളുടെ കണക്ക് നൽകണം. കൂടാതെ ഓരോ ജോലിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച തുക മാത്രമേ ചിലവഴിക്കാൻ അനുവദിക്കൂ.